ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ ഓർഡർ പ്രോപ്പർട്ടിയും അതിന്റെ ഒരു ഫസ്റ്റ് തിയറവുമാണ് പറഞ്ഞു നിർത്തിയത്. ഓർഡർ പ്രോപ്പർട്ടി നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാം. ഓർഡർ പ്രോപ്പർട്ടി പറയുന്നത് ദർ എക്സിസ്റ്റ് എ സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. ആ സെറ്റിനെ നമ്മൾ പി എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദർ എക്സിസ്റ്റ് എ സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് പി സച്ച് ദാറ്റ് if A and B belongs to P, then A plus B element of P. Similarly, if A and B element of P, then A into B belongs to P. And given any real number, either A element of P minus A element of P or A equal to 0. ഇതിൽ തേർഡ് പ്രോപ്പർട്ടിക്ക് നമ്മൾ ട്രൈക്കോട്ടോണമി പ്രോപ്പർട്ടി എന്ന് പറയും. ഓക്കെ, ഇനി ഓർഡർ പ്രോപ്പർട്ടിയെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്പേഴ്സിന് ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ക്ലാസിഫിക്കേഷൻ അല്ല, ഒരു നൊട്ടേഷൻ. എ എലമെന്റ് ഓഫ് പി ആണെങ്കിൽ നമ്മൾ എ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയും. എ പോസിറ്റീവ് ആണ് ആൻഡ് വി റൈറ്റ് എ ഗ്രേറ്റർ ദാൻ 0. എ എലമെന്റ് ഓഫ് പി യൂണിയൻ 0 ആണെങ്കിൽ എ ഇസ് നോൺ നെഗറ്റീവ് ആൻഡ് വി റൈറ്റ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സിമിലർലി മൈനസ് എ എലമെന്റ് ഓഫ് പി, അത് വരുന്നത് എ നെഗറ്റീവ് നമ്പർ ആവുമ്പോഴാണ് മൈനസ് എ പോസിറ്റീവ് ആവുന്നത്. സോ വി കോൾ സച്ച് നമ്പേഴ്സ് ആസ് നെഗറ്റീവ് നമ്പേഴ്സ് ആൻഡ് വി റൈറ്റ് എ ലെസ് ദാൻ 0. Minus a element of P union 0, then A is non-positive and we write A less than or equal to 0. ഇത്രയും പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്തത്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡെഫിനിഷൻസും തിയറംസും വളരെ സിമ്പിൾ ആണ്. ഈ ഒരു ഭാഗം ശരിക്കും അനാലിസിസിലെ ഏറ്റവും സിമ്പിൾ പോർഷൻ ആണ് കേട്ടോ. A greater than 0, greater than or equal to 0, A less than 0, less than or equal to 0. ഇത് നാലുമാണ് നമ്മളിപ്പോ പറഞ്ഞത് അല്ലേ. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എ ഗ്രേറ്റർ ദാൻ ബി അല്ലെങ്കിൽ എ ലെസ് ദാൻ ബി, എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എന്നൊക്കെയുള്ള കൺസെപ്റ്റുകൾ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ ആണിത്. എ മൈനസ് ബി പോസിറ്റീവ് ആണെങ്കിൽ, എ മൈനസ് ബി എലമെന്റ് ഓഫ് പി ആണെങ്കിൽ വാട്ട് വി റൈറ്റ് എ ഗ്രേറ്റർ ദാൻ ബി അഥവാ ബി ലെസ് ദാൻ എ എന്ന് പറയും. എ മൈനസ് ബി പി യൂണിയൻ 0-ലാണെങ്കിൽ, അതായത് പോസിറ്റീവോ സീറോയോ ആണെങ്കിൽ, 0 ആവുക എന്ന് പറഞ്ഞാൽ അവിടെ ഈക്വൽ ടു ബി ആണ് സംഭവിക്കുന്നത് അല്ലെ. അപ്പൊ പി യൂണിയൻ 0-ലെ എലമെന്റ് ആണ് എ മൈനസ് ബി എങ്കിൽ നമ്മൾ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി, ഈക്വലന്റ്ലി ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് പറയും. അപ്പൊ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള സിംബൽസ് ഏത് കേസിലാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ ഡെഫിനിഷൻ വഴി പറയുന്നത്. ക്വസ്റ്റ്യൻ ആയിട്ട് വരാന്ന് പറഞ്ഞാൽ when do we say that a greater than b, അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക കേട്ടോ. അപ്പൊ ആ ടൈപ്പിൽ ഈ ഡെഫിനിഷൻ വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്, പഠിച്ചിരിക്കേണ്ടതാണ്. ഇനി ഈ ഡെഫിനിഷൻസ് അപ്ലൈ ചെയ്തിട്ടുള്ള തിയറമാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ ഓർഡർ പ്രോപ്പർട്ടി ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നൊക്കെയുള്ള നൊട്ടേഷന്റെ മീനിങ് എന്താണ് എന്നുള്ള ഡെഫിനിഷനും ഉണ്ട്. ഇത് രണ്ടും യൂസ് ചെയ്തിട്ടാണ് ഇനിയത്തെ തിയറംസ് പ്രൂവ് ചെയ്യേണ്ടത്. എ ബി സി എല്ലാം റിയൽ നമ്പേഴ്സ് ആണ് എന്ന് വിചാരിക്കുക. എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് ബി ഗ്രേറ്റർ ദാൻ സി, ദെൻ എ ഗ്രേറ്റർ ദാൻ സി. ഇതിന് നമ്മൾ എന്ത് പ്രോപ്പർട്ടി എന്നാ പറയാ? എ റിലേറ്റഡ് ടു ബി, ബി റിലേറ്റഡ് ടു സി, ദെൻ എ റിലേറ്റഡ് ടു സി എന്ന് പറയുന്നതിന് നമ്മൾ റിലേഷൻസിലെ ട്രാൻസിറ്റിവിറ്റി എന്ന് പറയും അല്ലെ. എ ഗ്രേറ്റർ ദാൻ ബി, ബി ഗ്രേറ്റർ ദാൻ സി, ദെൻ എ ഗ്രേറ്റർ ദാൻ സി. ഓക്കെ, അപ്പൊ അത് ഈ ട്രാൻസിറ്റിവിറ്റി പ്രോപ്പർട്ടി ഗ്രേറ്റർ ദാൻ എന്ന റിലേഷൻ ഉണ്ട് എന്നാണ് നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത്. സെക്കൻഡ് പറയുന്നത് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എ പ്ലസ് സി വിൽ ബി ഗ്രേറ്റർ ദാൻ ബി പ്ലസ് സി. അതുപോലെ തന്നെ എ ഗ്രേറ്റർ ദാൻ ബി ആണ്, സി പോസിറ്റീവ് ആണ് എങ്കിൽ രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്താൽ ഇനീക്വാലിറ്റി മാറില്ല, സി എ ഗ്രേറ്റർ ദാൻ സി ബി. പക്ഷെ സി നെഗറ്റീവ് ആണെങ്കിൽ ഇനീക്വാലിറ്റി റിവേഴ്സ് ചെയ്യും, സി എ ലെസ് ദാൻ സി ബി ആയിട്ട് മാറും. എ ഗ്രേറ്റർ ദാൻ ബിയും സി ലെസ് ദാൻ 0-ഉം ആണെങ്കിൽ സി എ ലെസ് ദാൻ സി ബി ആയിട്ട് മാറും. ഈ മൂന്ന് ഇനീക്വാലിറ്റീസ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വളരെ സിമ്പിൾ പ്രൂഫാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഓർക്കാനും റീപ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ എളുപ്പമുള്ള പ്രൂഫുകളാണ്, മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഏരിയ ആണെന്ന് ചുരുക്കം. ഓക്കെ, എ ഗ്രേറ്റർ ദാൻ ബി എന്ന് തന്നിട്ടുണ്ട് എങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബിയുടെ ഡെഫിനിഷൻ എന്താ പറയണേ? എ ഗ്രേറ്റർ ദാൻ ബി എന്ന് നമ്മൾ പറയുന്നത് എ മൈനസ് ബി എലമെന്റ് ഓഫ് പി ആകുമ്പോഴാണ് അല്ലെ. അപ്പൊ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് തന്നിട്ടുണ്ട് എന്നുള്ളതിൽ നിന്ന് എനിക്ക് എ മൈനസ് ബി എലമെന്റ് ഓഫ് പി എന്ന് പറയാം. അതേപോലെ ബി ഗ്രേറ്റർ ദാൻ സി എന്ന് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. സോ ബി മൈനസ് സി എലമെന്റ് ഓഫ് പി. എ മൈനസ് ബിയും ബി മൈനസ് സിയും പിയിലെ എലമെന്റ്സ് ആണ്. ഓർഡർ പ്രോപ്പർട്ടിയിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? എയും ബിയും പിയിലെ എലമെന്റ്സ് ആണെങ്കിൽ എ പ്ലസ് ബിയും പിയിലെ എലമെന്റ് ആണ് എന്നാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് അല്ലെ. അപ്പൊ ആ ഫസ്റ്റ് പ്രോപ്പർട്ടി എനിക്ക് ഇവിടെ അപ്ലൈ ചെയ്തൂടെ? എ മൈനസ് ബി, ബി മൈനസ് സി, പിയിലെ രണ്ട് എലമെന്റ്സ് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇവരുടെ സം
പിയിൽ തന്നെ ഉണ്ട് എന്ന് ഓർഡർ പ്രോപ്പർട്ടിയിൽ കിട്ടും. സോ എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി എലമെന്റ് ഓഫ് പി. ഇനി എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമുക്ക് അസോസിയേറ്റിവിറ്റി ഒക്കെ ഉണ്ട്, ഐഡന്റിറ്റി എലമെന്റ്, അങ്ങനത്തെ എല്ലാ പ്രോപ്പർട്ടീസ് റിയൽ നമ്പേഴ്സിലുണ്ട്. വേണ്ട രീതിയിൽ ഗ്രൂപ്പ് ചെയ്താൽ മൈനസ് ബിയും പ്ലസ് ബിയും ക്യാൻസൽ ചെയ്ത് 0 ആയിട്ട് പോകും. ബാക്കിയുള്ളത് എ മൈനസ് സി. സോ എ മൈനസ് സി എലമെന്റ് ഓഫ് പി ബിലോങ്സ് ടു പി. എ മൈനസ് സി പിയിലുണ്ടെങ്കിൽ ഡെഫിനിഷൻ എന്താ പറയുന്നത്? എ മൈനസ് ബി ഉണ്ടെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി എന്നല്ലേ? അപ്പൊ എ മൈനസ് സി പിയിലുണ്ടെങ്കിൽ എ ഗ്രേറ്റർ ദാൻ സി. അതല്ലേ നമുക്ക് ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പൊ ഗ്രേറ്റർ ദാൻ എന്നുള്ള റിലേഷൻ ട്രാൻസിറ്റീവ് ആണ് എന്നാണ് നമ്മൾ ഈ ഫസ്റ്റ് പാർട്ടിൽ പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി അടുത്തത് എ ഗ്രേറ്റർ ദാൻ ബി എന്ന് തന്നിട്ടുണ്ട്. എ ഗ്രേറ്റർ ദാൻ ബി എന്ന് തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ബൈ ഡെഫിനിഷൻ എ മൈനസ് ബി എലമെന്റ് ഓഫ് പി ആണ്. ഓക്കെ, എ മൈനസ് ബി എലമെന്റ് ഓഫ് പി ആണ് എങ്കിൽ എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? എ പ്ലസ് സി ഗ്രേറ്റർ ദാൻ ബി പ്ലസ് സി എന്നാണ്. ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ എ പ്ലസ് സി മൈനസ് ബി പ്ലസ് സി പിയിലുണ്ടെന്ന് കാണിക്കണം. അതല്ലേ വേണ്ടത്? അപ്പൊ ഞാൻ എ പ്ലസ് സി മൈനസ് ബി പ്ലസ് സി എടുക്കുന്നു. എ പ്ലസ് സി മൈനസ് ബി പ്ലസ് സി എടുത്താൽ ഈ സിയും മൈനസ് സിയും ക്യാൻസൽ ചെയ്ത് പോകും അല്ലെ? അപ്പൊ ബാക്കി വരുന്നത് എന്താണ്? എ മൈനസ് ബി എന്നാണ്. എ മൈനസ് ബി എലമെന്റ് ഓഫ് പി എന്നല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എ പ്ലസ് സി മൈനസ് ബി പ്ലസ് സി എലമെന്റ് ഓഫ് പി, which implies a plus c greater than b plus c. അപ്പൊ രണ്ടാമത്തെ പാർട്ടും നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് എ ഗ്രേറ്റർ ദാൻ ബി ആണ്, സി ഗ്രേറ്റർ ദാൻ 0 ആണ് എന്ന് തന്നിരിക്കുന്നു. പ്രോഡക്റ്റിലേക്കാണ് പോകേണ്ടത്. അപ്പൊ നമ്മൾ ഏതായിരിക്കും എടുക്കുന്നത്? ഓർഡർ പ്രോപ്പർട്ടിയിലെ രണ്ടാമത്തെ റിലേഷൻ ആയിരിക്കും നമ്മൾ ഇവിടെ എടുക്കുന്നത്. എ ഗ്രേറ്റർ ദാൻ ബി ബൈ ഡെഫിനിഷൻ എ മൈനസ് ബി എലമെന്റ് ഓഫ് എ മൈനസ് ബി എലമെന്റ് ഓഫ് പി. സി എലമെന്റ് സി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ സി എലമെന്റ് ഓഫ് പി. അതാണല്ലോ ഗ്രേറ്റർ ദാൻ എന്നുള്ള സിമ്പലിന്റെ മീനിങ്. അപ്പൊ ഇത് രണ്ടും പിയിലുണ്ട്. ഇത് രണ്ടും പിയിലുണ്ടെങ്കിൽ അവരുടെ പ്രോഡക്റ്റും പിയിലുണ്ടാകും. ഇവരുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സി ഇൻറ്റു എ മൈനസ് ബി അല്ലേ? സി ഇൻറ്റു എ മൈനസ് ബി. ഇതിനെ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി പ്രോപ്പർട്ടി വെച്ച് എനിക്ക് എങ്ങനെ എഴുതാം? സി എ മൈനസ് സി ബി എന്ന് എഴുതാം. സി ഇൻറ്റു എ മൈനസ് ബി പിയിലുണ്ട്. അതായത് സി എ മൈനസ് സി ബി പിയിലെ എലമെന്റ് ആണ്. വിച്ച് മീൻസ് സി എ ഗ്രേറ്റർ ദാൻ സി ബി. ഇത് എപ്പോഴാണ് ട്രൂ ആയിരിക്കുക? സി എലമെന്റ് ഓഫ് പി ആയാൽ, അതായത് സി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ സി എ ഗ്രേറ്റർ ദാൻ സി ബി ഇസ് ട്രൂ. ഓക്കെ, അടുത്തത് സി ലെസ് ദാൻ 0 വരുമ്പോൾ, സി ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ സി ഇസ് എ നെഗറ്റീവ് നമ്പർ അല്ലെ? സി നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ട്രൈക്കോട്ടോമി പ്രോപ്പർട്ടി അനുസരിച്ച് മൈനസ് സി എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് എന്ന് നമുക്ക് എടുക്കാം. അപ്പൊ ഇവിടെ മൈനസ് സി എലമെന്റ് ഓഫ് പി എന്നാണ് കിട്ടുന്നത്. എ മൈനസ് ബി പിയിലുണ്ട്, മൈനസ് സിയും പിയിലുണ്ട്. അപ്പൊ ഇവരുടെ പ്രോഡക്റ്റ് ആണ് പിയിൽ ഉണ്ടാവുക. അതായത് മൈനസ് സി ഇൻറ്റു എ മൈനസ് ബി പിയിലുണ്ട്. മൈനസ് സി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ വരിക? മൈനസ് സി എ പ്ലസ് സി ബി അല്ലെ? അതായത് സി ബി മൈനസ് സി എ എലമെന്റ് ഓഫ് പി. സി ബി മൈനസ് സി എ എലമെന്റ് ഓഫ് പി എന്ന് പറയുമ്പോൾ സി ബി ഗ്രേറ്റർ ദാൻ സി എ എന്നാണ് വരുന്നത്. ഓർ ഈക്വലന്റ്ലി സി എ ലെസ് ദാൻ സി ബി. അപ്പൊ സി നെഗറ്റീവ് ആണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി എന്നുള്ള ഇക്വേഷനെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്യും. സി എ ലെസ് ദാൻ സി ബി എന്നായിട്ട് മാറും. ഓക്കെ, തിയറം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത തിയറത്തിലേക്ക് പോകാം. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഏത് റിയൽ നമ്പർ എ തന്നാലും, എ നോട്ട് ഈക്വൽ ടു 0, ഒരു നോൺ സീറോ റിയൽ നമ്പർ എ തന്നാൽ എ സ്ക്വയർ പോസിറ്റീവ് ആണ്. ഇത് നമ്മൾ പല റിസൾട്ടുകളൊക്കെ പ്രൂവ് ചെയ്യാൻ ഓൾറെഡി ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ? പക്ഷെ അത് ഓൾറെഡി ഈ എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള റിസൾട്ട് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിരുന്നത് കൊണ്ടാണ് നമുക്ക് അത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയത്. ആ റിസൾട്ട് എങ്ങനെ കിട്ടി എന്നാണ് നമ്മളിപ്പോ അനാലിസിസിലൂടെ കാണാൻ പോകുന്നത്. എ നോൺ നെഗറ്റീവ് റിയൽ നമ്പർ ആണെങ്കിൽ എ സ്ക്വയർ പോസിറ്റീവ് ആണ്, എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആണ് എന്നാണ് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത്. പിന്നെ 1 പോസിറ്റീവ് ആണ്, 1 ഗ്രേറ്റർ ദാൻ 0 ആണ് എന്ന് പ്രൂവ് ചെയ്യണം. 1 മാത്രമല്ല, ഏത് നാച്ചുറൽ നമ്പർ n എടുത്താലും അത് ഗ്രേറ്റർ ദാൻ 0 ആണ് എന്ന് പ്രൂവ് ചെയ്യണം. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര തമാശയായിട്ടൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ ഇതെല്ലാം ഓൾറെഡി കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമുക്ക് വേറെ പല പല വലിയ കാര്യങ്ങളൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ ആദ്യം എങ്ങനെ മനസ്സിലായി എന്ന് വെച്ചാൽ ആദ്യം ഇതൊക്കെ അനലൈസ് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് ഇതൊക്കെ തന്നത്. ഓക്കെ, അപ്പം ഈ 3 സംഭവങ്ങളും വളരെ ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് പ്രൂവ് ചെയ്യണം. വീണ്ടും പ്രൂഫ് എളുപ്പമാണ്, വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, എളുപ്പമുള്ള പ്രൂഫാണ്. നമുക്ക് എങ്ങനെയാന്ന് നോക്കാം.
എ എലമെന്റ് ഓഫ് ആർ ആൻഡ് എ നോട്ട് ഈക്വൽ ടു 0 എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ. ഏത് റിയൽ നമ്പർ എടുത്താലും ഓർഡർ പ്രോപ്പർട്ടിയിലെ മൂന്നാമത്തെ ട്രൈക്കോട്ടോമി പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്തറിയാം, ഐദർ എ എലമെന്റ് ഓഫ് പി ഓർ മൈനസ് എ എലമെന്റ് ഓഫ് പി ഓർ എ ഈക്വൽ ടു 0 എന്നറിയാം. അതില് എ 0 അല്ല എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ രണ്ട് പോസിബിലിറ്റീസേ ഉള്ളൂ അല്ലെ, ഒന്നുകിൽ എ എലമെന്റ് ഓഫ് പി അല്ലെങ്കിൽ മൈനസ് എ എലമെന്റ് ഓഫ് പി. അപ്പൊ അതില് ആദ്യത്തെ കണ്ടീഷൻ ഞാൻ എടുക്കുകയാണ്, എ എലമെന്റ് ഓഫ് പി അല്ലെങ്കിൽ മൈനസ് എ എലമെന്റ് ഓഫ് പി, രണ്ട് പോസിബിലിറ്റീസേ ഉള്ളൂ. എ എലമെന്റ് ഓഫ് പി ആണ് എന്ന് വിചാരിക്കാം. എ എലമെന്റ് ഓഫ് പി ആണ്, വീണ്ടും എ എലമെന്റ് ഓഫ് പി ആണ്. അപ്പോ എ ഇൻറ്റു എ എലമെന്റ് ഓഫ് പി ആണ് ഓർഡർ പ്രോപ്പർട്ടിയിലെ സെക്കൻഡ് കണ്ടീഷൻ വെച്ചിട്ട് അല്ലെ. എ ഇൻറ്റു എ എലമെന്റ് ഓഫ് പി, എ ഇൻറ്റു എന്റെ സിമ്പൽ ആണ് എന്ത്, എ സ്ക്വയർ എന്ന് പറയുന്നത്. സോ എ സ്ക്വയർ എലമെന്റ് ഓഫ് പി വിച്ച് മീൻസ് ദാറ്റ് എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0. അപ്പൊ എ പോസിറ്റീവ് ആണെങ്കിൽ എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 എന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്ത കേസ് എന്താ, എ നെഗറ്റീവ് ആവുന്ന കേസ്. എ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് എ എലമെന്റ് ഓഫ് പി, അതാണ് നെഗറ്റീവ് നമ്പേഴ്സിന്റെ ഡെഫിനേഷൻ അല്ലെ. അപ്പൊ മൈനസ് എ എലമെന്റ് ഓഫ് പി, മൈനസ് എ എലമെന്റ് ഓഫ് പി ആണെങ്കിൽ മൈനസ് എ ഇൻറ്റു മൈനസ് എ എന്ന് പറയുന്നതും എലമെന്റ് ഓഫ് പി ആയിരിക്കില്ലേ. മൈനസ് എ ഇൻറ്റു മൈനസ് എ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ആണ് എന്ന് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. സോ എ സ്ക്വയർ എലമെന്റ് ഓഫ് പി വിച്ച് മീൻസ് ദാറ്റ് എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, അപ്പൊ എ പോസിറ്റീവ് ആണെങ്കിലും എ നെഗറ്റീവ് ആണെങ്കിലും എ സ്ക്വയർ പോസിറ്റീവ് ആണ് എന്നാണ് നമ്മളിപ്പോ പ്രൂവ് ചെയ്തത്. എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആണ് എന്ന്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ. ഇനി ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ 1 ഗ്രേറ്റർ ദാൻ 0 എന്ന് പ്രൂവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ഫോർ എവറി എ നോട്ട് ഈക്വൽ ടു 0, അതാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പ്രൂവ് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇൻ പെർട്ടിക്കുലർ ഇത് എ ഈക്വൽ ടു 1 ട്രൂ ആയിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്ത് പറയാം, 1 സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആണ് എന്ന് പറയാം. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ് അല്ലെ. അപ്പൊ അതിന് 1 ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടി. ഓക്കെ, അപ്പോ എയിൽ നിന്ന് നമുക്ക് ബി വളരെ എളുപ്പം ഡെഡ്യൂസ് ചെയ്യാം. ഇനി ബി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സി പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് 1 ഗ്രേറ്റർ ദാൻ 0 എന്നാണ്. പ്രൂവ് ചെയ്യേണ്ടത് എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഗ്രേറ്റർ ദാൻ 0 എന്നാണ്. നാച്ചുറൽ നമ്പേഴ്സിന് ഒരു റിസൾട്ട് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു കോമൺ പ്രൂഫ് ടെക്നിക് ആണ് എന്ത്, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അപ്പൊ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആണ് ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ആദ്യം എന്ത് വേണം, n ഈക്വൽ ടു 1 പ്രൂവ് ചെയ്യണം. n ഈക്വൽ ടു 1 പ്രൂവ് ചെയ്യുക, അതാണ് നമ്മൾ ബി പാർട്ടിൽ ചെയ്തത് അല്ലെ. 1 ഗ്രേറ്റർ ദാൻ 0 എന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. അപ്പൊ n ഈക്വൽ ടു 1 n ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള റിസൾട്ട് ട്രൂ ആണ്. n ഈക്വൽ ടു കെക്ക് ട്രൂ ആണ് എന്ന് അസ്യൂം ചെയ്യാം, അതായത് k ഗ്രേറ്റർ ദാൻ 0 ആണ് എന്ന് അസ്യൂം ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യാം, ഓർഡർ പ്രോപ്പർട്ടി എടുക്കാം. ഓർഡർ പ്രോപ്പർട്ടി അനുസരിച്ച് എയും ബിയും പോസിറ്റീവ് ആണെങ്കിൽ എ പ്ലസ് ബി പോസിറ്റീവ് ആണ് അല്ലെ. ഇവിടെ നമുക്ക് ഇൻഡക്ഷൻ അസംപ്ഷൻ അനുസരിച്ച് കെ പോസിറ്റീവ് ആണ്, 1 പോസിറ്റീവ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കെ പ്ലസ് 1 പോസിറ്റീവ് ആണ്, അതായത് കെ പ്ലസ് 1 ഗ്രേറ്റർ ദാൻ 0 ആണ് എന്ന് കിട്ടും. അപ്പൊ കെ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ കെ പ്ലസ് 1 ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് പ്രൂവ് ചെയ്തു. n ഈക്വൽ ടു 1 പ്രൂവ് ചെയ്തു, n ഈക്വൽ ടു കെക്ക് അസ്യൂം ചെയ്തിട്ട് കെ പ്ലസ് 1 ട്രൂ ആണ് എന്ന് പ്രൂവ് ചെയ്തു. Therefore, by mathematical induction, n greater than 0 is true for every natural number m. Okay, mathematical induction proof ഉപയോഗിച്ച് നമുക്ക് തേർഡ് പാർട്ടും കിട്ടിയിരിക്കുകയാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. So our next question is, does there exist a smallest positive real number? No എന്നാണ് ആൻസർ. അതാണ് നമ്മൾ അടുത്ത തിയറത്തിൽ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. If a element of R is such that 0 less than or equal to a less than epsilon for every epsilon greater than 0, then a equal to 0. ഇതും ഏറ്റവും ചെറിയ പോസിറ്റീവ് റിയൽ നമ്പറും തമ്മിൽ എന്താ ബന്ധം? എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആണ്. ആർബിട്രറി ആയിട്ടുള്ള ഒരു ചെറിയ പോസിറ്റീവ് റിയൽ നമ്പർ ആണ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. അങ്ങനത്തെ ഏത് എപ്സിലോൺ എടുത്താലും വീണ്ടും അതിനേക്കാളും ചെറിയ ഒരു എ ഉണ്ട്. അങ്ങനെ ഒരു എ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ആ എ 0 ആയിരിക്കും. ഏത് പോസിറ്റീവ് റിയൽ നമ്പറിനേക്കാളും ചെറുത് എന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ അത് 0 ആവുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും ചെറുത് എന്ന് പറഞ്ഞ് നമുക്ക് ഒരെണ്ണത്തിന് പിക്ക് ചെയ്യാൻ പറ്റില്ല. ഏത് പറഞ്ഞാലും അതിനേക്കാളും ചെറുതൊരെണ്ണം അങ്ങനെ ഉണ്ടാവും. അങ്ങനെയാണ് ഈ പ്രൂഫിന്റെ ടെക്നിക്ക് പോകാൻ പോകുന്നത്. ഓക്കെ,
പറ്റുമെങ്കിൽ there exists an a greater than 0 such that 0 less than or equal to a less than epsilon for every epsilon എന്ന് വിചാരിക്കാം. ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു a ഉണ്ട് എന്ന് നമുക്ക് വിചാരിക്കാം. ഇങ്ങനത്തെ ഒരു a കിട്ടിക്കഴിഞ്ഞാൽ a greater than 0 കിട്ടിക്കഴിഞ്ഞാൽ a/2 എന്ന് പറയുന്നത് വീണ്ടും പോസിറ്റീവ് ആണ് അല്ലെ. a/2 എങ്ങനെയാ പോസിറ്റീവ് ആവുന്നത്? a പോസിറ്റീവ് ആണ്, 1/2 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. പ്രോഡക്റ്റ് ഓഫ് ടു പോസിറ്റീവ് നമ്പേഴ്സ് ഇസ് പോസിറ്റീവ് എന്ന് നമുക്ക് ഓർഡർ പ്രോപ്പർട്ടി എന്ന് അറിയാം. a into 1/2 ആണ് a/2. ഈ a/2 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആണ്. ഞാൻ ഈ a/2വിനെ എപ്സിലോൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ചോയ്സ് ആയതുകൊണ്ട് എപ്സിലോൺ നോട്ട് എന്ന് ഞാൻ ചൂസ് ചെയ്യുന്നു. ഈ a/2 എവിടെയായിരിക്കും? 0നും aക്കും ഇടയ്ക്കായിരിക്കും അല്ലെ. സോ ദിസ് എപ്സിലോൺ നോട്ട് വിൽ ലൈ ബിറ്റ്വീൻ 0 ആൻഡ് a. അപ്പൊ എല്ലാ എപ്സിലോണിനേക്കാളും ചെറുതാണ് എ എന്ന് വിചാരിച്ചതിന് കോൺട്രഡിക്ഷൻ ആയില്ലേ? എല്ലാ എപ്സിലോൺസിനേക്കാളും ചെറുതാണ് എന്നുള്ളതിന് കോൺട്രഡിക്ഷൻ ആയിട്ട് എയിനേക്കാൾ ചെറിയ ഒരു എപ്സിലോൺ എനിക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ എല്ലാ എപ്സിലോണിനേക്കാളും ചെറുതാണ് എ എന്ന് വിചാരിച്ചതിൽ കോൺട്രഡിക്ഷൻ വരും. ഈ കോൺട്രഡിക്ഷൻ വരാൻ കാരണം എ പോസിറ്റീവ് ആണ് എന്ന് വിചാരിച്ചതാണ്. അപ്പോ പിന്നെ എ എന്തായിരിക്കണം? എ ഈക്വൽ ടു 0 ആയിരിക്കണം. കാരണം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്നാണ് നമ്മുടെ അസംപ്ഷൻ അല്ലെ. അപ്പൊ എ ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ, അതായത് സ്മോളസ്റ്റ് പോസിറ്റീവ് റിയൽ നമ്പർ എന്നൊരു നമ്പർ ഇല്ല. ഏത് റിയൽ നമ്പർ തന്നാലും അതിനേക്കാൾ ചെറുതാണ് ആ റിയൽ നമ്പർ ഡിവൈഡഡ് ബൈ 2 ആൻഡ് ഇറ്റ് ഇസ് പോസിറ്റീവ് ഓൾസോ. ഓക്കെ, അപ്പൊ നിങ്ങൾ എത്ര ചെറിയ പോസിറ്റീവ് റിയൽ നമ്പർ തന്നാലും അതിനേക്കാൾ ചെറിയ ഒരു പോസിറ്റീവ് റിയൽ നമ്പർ നമുക്ക് എപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റും. സോ ദർ ഡസ് നോട്ട് എക്സിസ്റ്റ് എനി സ്മോളസ്റ്റ് പോസിറ്റീവ് റിയൽ നമ്പർ. ഓക്കെ, അടുത്ത തിയറം, if a into b greater than 0 then either both a and b are positive or both a and b are negative. അതായത് either a greater than 0 and b greater than 0 or a less than 0 and b less than 0. Okay, ഇതും നമുക്ക് അറിയുന്നതാണ്. Product of two positive real numbers is positive, product of two negative real numbers is also positive. But a negative number into a positive number is negative. ഇത് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇത് എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, തന്നിരിക്കുന്നത് എന്താണ്? എ ബി ഗ്രേറ്റർ ദാൻ 0, എ ഇൻറ്റു ബി ഗ്രേറ്റർ ദാൻ 0. ഇതിൽ നിന്ന് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു റിസൾട്ട് യൂസ് ചെയ്ത് നമുക്ക് ആദ്യം തന്നെ എന്ത് പറയാൻ പറ്റും? എയും ബിയും 0 അല്ല എന്ന് പറയാൻ പറ്റും. ഏതാണ് ആ റിസൾട്ട്? a into 0 equal to 0 for every a എന്ന് നമ്മൾ നേരത്തെ ഒരു തിയറത്തിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എ ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ എ ബി ഈക്വൽ ടു 0 അല്ല. എ ബി ഈക്വൽ ടു 0 അല്ല എന്ന് പറഞ്ഞാൽ എയും ബിയും രണ്ടും 0 അല്ല. കാരണം ഏതെങ്കിലും ഒരെണ്ണം 0 ആയിരുന്നെങ്കിൽ ഈ പ്രോഡക്റ്റ് 0 ആയേനെ. എന്നുള്ളതിൽ നിന്ന് നമുക്ക് എ നോട്ട് ഈക്വൽ ടു 0, ബി നോട്ട് ഈക്വൽ ടു 0 എന്നെടുക്കാം. ഓക്കെ, അപ്പൊ എയും ബിയും 0 അല്ല. അപ്പൊ ട്രൈക്കോട്ടോണമി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് പറയാം? എയും ബിയും 0 അല്ല എങ്കിൽ ഒന്നുകിൽ എ നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ എ പോസിറ്റീവ് ആണ്, അതേപോലെ ബി നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ ബി പോസിറ്റീവ് ആണ്. ഇത്രയും കേസുകളാണ് നമുക്ക് ഉണ്ടാവുക. അതിൽ ഞാൻ എയുടെ 2 കേസുകൾ ആദ്യം എടുക്കുന്നു. എ ഗ്രേറ്റർ ദാൻ 0യും എ ലെസ് ദാൻ 0യും ഈ 2 കേസസ് എടുക്കുന്നു. എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ 1/aയും ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ, എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ 1/a ഗ്രേറ്റർ ദാൻ 0 ആണ്. എ ഗ്രേറ്റർ ദാൻ 0, 1/a ഗ്രേറ്റർ ദാൻ 0. അപ്പൊ a into 1/a ഈക്വൽ ടു 1 അത് നമുക്കറിയാം. 1/a സോറി എ ബി ഗ്രേറ്റർ ദാൻ 0 ആണ്, 1/aയും ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടി പ്രോഡക്റ്റ് എടുത്താൽ അതും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കില്ലേ? വാട്ട് ഈസ് 1/a into ab? അസോസിയേറ്റിവിറ്റിയും 1/a യുടെ ഇൻവേഴ്സ് ആണ് എന്നുള്ളതും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് 1/a into ab ഈക്വൽ ടു b എന്ന് കിട്ടും. 1/a പോസിറ്റീവ്, എ ബി പോസിറ്റീവ്, അതുകൊണ്ട് ഇവരുടെ പ്രോഡക്റ്റ് പോസിറ്റീവ്. ആ പ്രോഡക്റ്റ് ബി ആണ് എന്നാണ് നമുക്ക് ഇപ്പൊ കിട്ടിയത്. അതുകൊണ്ട് ബി പോസിറ്റീവ് ആണ്. അപ്പൊ എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ബിയും ഗ്രേറ്റർ ദാൻ 0 ആണ് എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്ത കേസ് എടുക്കാം. എ ലെസ് ദാൻ 0 ആണ്. എ ലെസ് ദാൻ 0 ആണെങ്കിൽ 1/aയും ലെസ് ദാൻ 0 ആണ്. ഓക്കെ, വീണ്ടും ഇതേ സംഭവം തന്നെ നമുക്ക് എടുക്കാം. 1/a into ab എന്ന് പറയുന്നത് അപ്പോ ലെസ് ദാൻ 0 ആയിരിക്കും. കാരണം 1/a ലെസ് ദാൻ 0 ആണ്, എ ബി ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ 1/a into ab വിൽ ബി ലെസ് ദാൻ 0. 1/a into ab എന്താണ്? b ആണ്. അതുകൊണ്ട് b ലെസ് ദാൻ 0.
അപ്പൊ എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ബിയും ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് കിട്ടി. എ ലെസ് ദാൻ 0 ആണെങ്കിൽ ബിയും ലെസ് ദാൻ 0 ആണെന്ന് കിട്ടി. Therefore, either both A and B are greater than 0 or both A and B are less than 0 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഈ തിയറം കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇത് നമുക്ക് എവിടെയൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇത് അപ്ലൈ ചെയ്ത് പ്രോബ്ലംസ് ചെയ്യാൻ വരുന്നുണ്ട് ഉടനെ. ഓക്കെ, അപ്പൊ ഇത് എ ബി ഗ്രേറ്റർ ദാൻ 0ന്റെ കേസ്. എ ബി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇത് രണ്ടുമേ സംഭവിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ എ ബി ലെസ് ദാൻ 0 ആണെങ്കിൽ ഇതിന്റെ ഇൻവേഴ്സ് ആയിരിക്കും സംഭവിക്കുക അല്ലെ. അപ്പൊ അതാണ് ഈ തിയറത്തിന്റെ കൊറോളറി ആയിട്ട് പറയുന്നത്. അതായത് ഇഫ് എ ബി ലെസ് ദാൻ 0 then either എ ലെസ് ദാൻ 0 ആൻഡ് ബി ഗ്രേറ്റർ ദാൻ 0 or എ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ബി ലെസ് ദാൻ 0. ഈ തിയറത്തിന്റെ കോൺട്രാപോസിറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് ഈ തിയറം ട്രൂ ആണെങ്കിൽ ഈ കൊറോളറിയും ട്രൂ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോബ്ലംസിലേക്ക് കിടക്കാം. പ്രോബ്ലം പറയുന്നത് ഡിറ്റർമിൻ ദ സെറ്റ് എ ഓഫ് റിയൽ നമ്പേഴ്സ് എക്സ് സച്ച് ദാറ്റ് 2x plus 3 less than or equal to 6. ഈ 2x plus 3 less than or equal to 6 ആണെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് എക്സിന്റെ ടേംസിലുള്ള ഇനീക്വാലിറ്റിയിലേക്ക് എത്തിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഇതും നിങ്ങൾ സ്കൂൾ ക്ലാസ്സിലൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും. എന്നാലും ജസ്റ്റ് നമുക്ക് ഒരു സാമ്പിൾ പ്രോബ്ലംസ് എല്ലാ ടൈപ്പിലും ചെയ്തു പോകാം. ഇപ്പൊ 2x plus 3 less than or equal to 6 ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സുകളുടെ കളക്ഷൻ ആണ് എ. അപ്പൊ എക്സ് എലമെന്റ് ഓഫ് എ ആണ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എനിക്ക് എന്തെഴുതാം? 2x plus 3 less than or equal to 6 എന്ന് എഴുതാം. 2x plus 3 less than or equal to 6 ആണെങ്കിൽ ഈ 3നെ ഇങ്ങോട്ട് എടുത്താൽ -3 ആവും അല്ലെ. അപ്പൊ 2x less than or equal to 6 minus 3 എന്ന് വരും. 6 minus 3 is 3. So 2x less than or equal to 3. ഇനി ഈ ഇൻറ്റു 2 എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 2 ആവും. ആക്ച്വലി നമ്മൾ റൈറ്റ് സൈഡിലേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഇവിടെ അഡിറ്റീവ് ഇൻവേഴ്സ് കൊണ്ട് രണ്ട് സൈഡും ആഡ് ചെയ്തു എന്നുള്ള ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത്. അതേപോലെ ഇവിടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കൊണ്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്തു എന്നുള്ള ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ so 2x less than or equal to 3 implies x less than or equal to 3/2. അപ്പൊ 2x plus 3 less than or equal to 6 ആയിരിക്കണമെങ്കിൽ x less than or equal to 3/2 ആയിരിക്കണം. അപ്പൊ സെറ്റ് എ എനിക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? A equal to set of all real numbers are such that x less than or equal to 3/2. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റിയൽ നമ്പേഴ്സിന്റെ കളക്ഷൻ ആണ് എ. ഓക്കെ, ഇത് ഈ ടൈപ്പിലെ ഏറ്റവും സിംപ്ലസ്റ്റ് പ്രോബ്ലം ആണ്. കുറച്ചുകൂടി ഇനീക്വാളിറ്റീസ് യൂസ് ചെയ്യേണ്ട ടൈപ്പ് പ്രോബ്ലംസിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. അടുത്തത് ഡിറ്റർമിൻ സെറ്റ് ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെന്റ് ഓഫ് ആർ സച്ച് ദാറ്റ് x square plus x greater than 2. x square plus x greater than 2 സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ എക്സുകളുടെയും കളക്ഷൻ കണ്ടുപിടിക്കണം. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അതിന് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സ് എലമെന്റ് ഓഫ് ബി. എക്സ് എലമെന്റ് ഓഫ് ബിയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. എക്സ് എലമെന്റ് ഓഫ് ബി ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ തന്നിരിക്കുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ. So this implies and implied by x square plus x greater than 2. x square plus x greater than 2 എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും ഞാൻ -2 ആഡ് ചെയ്യുകയാണെങ്കിൽ അഥവാ 2വിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്താൽ അത് -2 ആവും. That becomes x square plus x minus 2 greater than 0. Okay, x square plus x minus 2 greater than 0. ഇനി ഇത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ ഫാക്ടറൈസ് ചെയ്യുക. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. പ്രോഡക്റ്റ് -2ഉം സം 1ഉം വരുന്ന നമ്പേഴ്സ് കണ്ടുപിടിക്കണം. അതേതാണ്? -2ഉം 1ഉം അല്ലെ. -2 into 1 is -2 and -2 plus 1 is 1. അപ്പൊ റൂട്ടുകള് -2ഉം 1ഉമാണ്. അപ്പൊ ഫാക്ടറൈസേഷൻ എങ്ങനെ വരും? x minus 1 into x plus 2. So x minus 1 into x plus 2 greater than 0. x minus 1 into x plus 2 greater than 0. അപ്പൊ ഇനി നമുക്ക് തൊട്ട് മുമ്പത്തെ തിയറം യൂസ് ചെയ്തൂടെ? a into b greater than 0 ആവണമെങ്കിൽ എന്ത് വേണം എന്നാണ് തിയറം പറയുന്നത്? either both a and b greater than 0 or both a and b less than 0. Okay, അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ എടുക്കുന്നു. അതായത് x minus 1 greater than 0 and x plus 2 greater than 0. both a and b greater than 0 എന്നുള്ള പോസിബിലിറ്റി. x minus 1 greater than 0 and x plus 2 greater than 0 എന്ന് പറഞ്ഞാൽ എന്താണ്? x greater than 1ഉം x greater than -2 അല്ലെ. x minus 1 greater than 0 എന്നുള്ളതിൽ നിന്ന് നമുക്ക് x greater than 1 കിട്ടും.
എക്സ് പ്ലസ് ടു ഗ്രേറ്റർ ദാൻ 0 ഇന്ന് എക്സ് ഗ്രേറ്റർ ദാൻ -2 എന്നും കിട്ടും. എക്സ് -2വിനേക്കാൾ വലുതായിരിക്കണം, 1നേക്കാളും വലുതായിരിക്കണം. ഇതിന് രണ്ടിനും പകരം എന്ത് പറഞ്ഞാൽ മതി? 1നേക്കാൾ വലുതായിരിക്കണം എന്ന് പറഞ്ഞാൽ പോരെ? 1നേക്കാൾ വലുതാണെങ്കിൽ ബൈ ഡിഫോൾട്ട് -2വിനേക്കാളും വലുതായിരിക്കും. കാരണം -2 അതിന് 1നേക്കാൾ താഴെയുള്ള ഒരു നമ്പറാണ്. അപ്പൊ ഇത് രണ്ടും കൂടി പറയുന്നതിന് പകരം എനിക്ക് എന്ത് പറഞ്ഞാൽ മതി? എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ മതി. ഈ പ്രോഡക്റ്റ് പോസിറ്റീവ് ആവാൻ ഒന്നുകിൽ എക്സ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. ഇനി അടുത്ത പോസിബിലിറ്റി നമുക്ക് നോക്കാം. ഇത് രണ്ടും നെഗറ്റീവ് ആവുക, അപ്പോഴും പ്രോഡക്റ്റ് പോസിറ്റീവ് ആവും അല്ലെ? അതായത് x-1 ലെസ് ദാൻ 0 ആൻഡ് x+2 ലെസ് ദാൻ 0. ഇത് രണ്ടും ട്രൂ ആവണം. x-1 ലെസ് ദാൻ 0 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എപ്പോഴാണ്? എക്സ് ലെസ് ദാൻ 1 ആകുമ്പോൾ. അതേപോലെ x+2 ലെസ് ദാൻ 0 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എപ്പോഴാണ്? എക്സ് ലെസ് ദാൻ -2 ആകുമ്പോ. അപ്പൊ എക്സ് ലെസ് ദാൻ 1ഉം ആയിരിക്കണം, എക്സ് ലെസ് ദാൻ -2ഉം ആയിരിക്കണം. ഇത് രണ്ടും കൂടി ചേർത്ത് എന്ത് പറഞ്ഞാൽ മതി? -2വിനേക്കാൾ താഴെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ പോരെ? -2വിനേക്കാൾ താഴെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി 1നേക്കാൾ ചെറുതായിരിക്കും. അപ്പൊ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് എനിക്ക് എക്സ് ലെസ് ദാൻ -2 എന്ന് പറയാം. അപ്പൊ ഈ പ്രോഡക്റ്റ് പോസിറ്റീവ് ആകണമെങ്കിൽ ഒന്നുകിൽ എക്സ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം, അല്ലെങ്കിൽ എക്സ് ലെസ് ദാൻ -2 ആയിരിക്കണം. ഇവിടെയുള്ള ഡിഫറൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ഈ രണ്ട് കണ്ടീഷൻസിനും ആൻഡ് എന്നായിരുന്നു. അതായത് ആ രണ്ട് കണ്ടീഷനും ഒന്നിച്ച് ട്രൂ ആവണം. പക്ഷെ ഇവിടെ എന്താണ്? ആൻഡ് അല്ല, ഓർ ആണ്. ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ മതി. അപ്പൊ ഒന്നുകിൽ എക്സ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം, അല്ലെങ്കിൽ എക്സ് ലെസ് ദാൻ -2 ആയിരിക്കണം. ഇതാണ് എന്റെ സെറ്റ്. അപ്പൊ ഈ സെറ്റിനെ എനിക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെന്റ് ഓഫ് ആർ സച്ച് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ 1 യൂണിയൻ set of all x element of R such that x less than -2. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇന്റർവെൽ ഫോമിലും എഴുതാം. ഇതിനെ എങ്ങനെ ഇന്റർവെൽ ഫോമിൽ എഴുതും? x less than or equal to 3/2 എന്ന് പറഞ്ഞാൽ -∞ മുതൽ 3/2 വരെ ഏത് വേണമെങ്കിലും ആവാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് ക്ലോസ്ഡ് ഇന്റർവെൽ 3/2 എന്നാണ് വരിക. ഇതിന് പകരം എനിക്ക് വേണമെങ്കിൽ -∞ ക്ലോസ്ഡ് 3/2 എന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? എക്സ് ലെസ് ദാൻ -2 എന്ന് പറഞ്ഞാൽ -∞ മുതൽ -2 വരെ ഏത് വേണമെങ്കിലും ആവാം. ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ 1 മുതൽ ∞ വരെയുള്ള ഏത് വേണമെങ്കിലും ആവാം. ഇതിനെ എനിക്ക് വേണമെങ്കിൽ ഓപ്പൺ ഇന്റർവെൽ -∞ -2 യൂണിയൻ ഓപ്പൺ ഇന്റർവെൽ 1 ∞ എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഇത് ആക്ച്വലി എന്തിന്റെ കോംപ്ലിമെന്റ് ആണ്? ക്ലോസ്ഡ് ഇന്റർവെൽ -2 1ന്റെ കോംപ്ലിമെന്റ് ആണ്. എക്സ് -2നും 1നും ഇടയ്ക്ക് ആവരുത്, വേറെ ഏത് വേണമെങ്കിലും ആവാം. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ഈ ആൻസറിനെ പ്രസന്റ് ചെയ്യാം. ക്ലോസ്ഡ് ഇന്റർവെൽ -2 1ന്റെ കോംപ്ലിമെന്റ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇതിനെ എങ്ങനെ വേണമെങ്കിലും പ്രസന്റ് ചെയ്യാം. ക്ലോസ്ഡ് ഇന്റർവെൽ -2 1ന്റെ കോംപ്ലിമെന്റ് എന്നും വേണമെങ്കിൽ ഇതിനെ എഴുതാം. ഇപ്പൊ തൽക്കാലം അങ്ങനെ ഇന്റർവെൽ നൊട്ടേഷൻസിലേക്ക് നമ്മൾ കടന്നിട്ടില്ല, അതുകൊണ്ടാണ് ഇത് സെറ്റ് ആയിട്ട് തന്നെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ സെറ്റ് എഴുതുമ്പോൾ ഇത് ആദ്യം ഇത് രണ്ടാമത് എഴുതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? അതൊന്നും പ്രശ്നമില്ല കേട്ടോ. ഏത് ഓർഡറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂണിയൻ എഴുതാവുന്നതാണ്. അടുത്തത് ഡിവിഷൻ വരുന്ന ടൈപ്പ് സെറ്റ് ആണ്. ഇതേപോലെ തന്നെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഡിറ്റർമിൻ ദ സെറ്റ് സി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെന്റ് ഓഫ് ആർ സച്ച് ദാറ്റ് 2x + 1 by x + 2 ലെസ് ദാൻ 1. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റിയൽ നമ്പേഴ്സ് എക്സിന്റെ കളക്ഷൻ അത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, എക്സ് എലമെന്റ് ഓഫ് സി ആവണമെങ്കിൽ എക്സ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലെ? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈക്വൽ, ഈ ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ 1നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ -1 വരും, ലെസ് ദാൻ 0. അങ്ങനെയാക്കി ഞാൻ ആ എക്സ്പ്രഷനെ എഴുതുന്നു. 2x + 1 by x + 2 -1 ലെസ് ദാൻ 0. ഇനി x + 2 LCM എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തൂടെ? അങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 2x + 1 - x + 2 ഡിവൈഡഡ് ബൈ x + 2 എന്ന് വരും ന്യൂമറേറ്ററിൽ അല്ലെ? ന്യൂമറേറ്റർ അപ്പൊ 2x + 1 - x + 2 അതെന്താ വരിക? 2x - x is x, 1 - 2 is -1. അപ്പൊ ന്യൂമറേറ്റർ x - 1 എന്നാകും. x - 1 by x + 2 ലെസ് ദാൻ 0 എന്ന് കിട്ടും. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സുകളാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. a by b ലെസ് ദാൻ 0. a by b ലെസ് ദാൻ 0 ആവണമെങ്കിൽ a by b എന്ന് പറഞ്ഞാൽ എന്താണ്? a × 1 by b ആണ് അല്ലെ? അപ്പൊ പ്രോഡക്റ്റിനുള്ള അതേ റൂള് തന്നെയായിരിക്കും ഇവിടെയും വരുന്നത്. ഒന്നുകിൽ ഇത് രണ്ടും പോസിറ്റീവ് ആയിരിക്കണം,
അല്ലെങ്കിൽ ഇത് രണ്ടും നെഗറ്റീവ് ആയിരിക്കണം. അതാണ് നമ്മുടെ കണ്ടീഷൻസ്. ആദ്യം സോറി, ഇത് ലെസ് ദാൻ സീറോ അല്ലേ ആവേണ്ടത്? സോറി, ഞാൻ പറഞ്ഞത് മാറിപ്പോയി. ഇത് ലെസ് ദാൻ സീറോ ആണ് ആവേണ്ടത്. ലെസ് ദാൻ സീറോ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ന്യൂമറേറ്റർ പോസിറ്റീവും ഡിനോമിനേറ്റർ നെഗറ്റീവും, അല്ലെങ്കിൽ ന്യൂമറേറ്റർ നെഗറ്റീവും ഡിനോമിനേറ്റർ പോസിറ്റീവും. അങ്ങനെ രണ്ട് കണ്ടീഷൻസ് ആണ് വരുന്നത്. മറ്റേത് പോസിറ്റീവ് ആവാനുള്ള കേസാണ് അല്ലെ. ഇത് നെഗറ്റീവ് ആവണമെങ്കിൽ ആദ്യത്തെ കേസ് ഞാൻ എടുക്കുന്നത് ന്യൂമറേറ്റർ നെഗറ്റീവും ഡിനോമിനേറ്റർ പോസിറ്റീവും, അല്ലെങ്കിൽ ന്യൂമറേറ്റർ പോസിറ്റീവും ഡിനോമിനേറ്റർ നെഗറ്റീവും. ഇങ്ങനെ രണ്ട് കേസസ് ആണ് എനിക്ക് വരുന്നത്. അതിൽ ഫസ്റ്റ് കേസ് നോക്കാം. എക്സ് മൈനസ് വൺ ലെസ് ദാൻ സീറോ എന്ന് പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ വൺ, എക്സ് പ്ലസ് ടു ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ മൈനസ് ടു. അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് എക്സ് വണ്ണിനേക്കാൾ ചെറുതായിരിക്കണം, മൈനസ് ടുവിനേക്കാൾ വലുതായിരിക്കണം. അതായത് എക്സ് ലൈസ് ബിറ്റ്വീൻ മൈനസ് ടു ആൻഡ് വൺ എന്നാണ് ഫസ്റ്റ് കണ്ടീഷനിൽ നിന്ന് കിട്ടുന്നത്. എക്സ് മൈനസ് ടുവിനും വണ്ണിനും ഇടയ്ക്കാണെങ്കിൽ ഈ എക്സ്പ്രഷൻ നെഗറ്റീവ് ആണ് എന്ന് കിട്ടി. ഇനി അടുത്തതോ, എക്സ് മൈനസ് വൺ ഗ്രേറ്റർ ദാൻ സീറോ ആൻഡ് എക്സ് പ്ലസ് ടു ലെസ് ദാൻ സീറോ. ഇതിൽ നിന്ന് നമുക്ക് എന്താ വരിക? എക്സ് മൈനസ് വൺ ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ വൺ ആയിരിക്കണം. എക്സ് പ്ലസ് ടു ലെസ് ദാൻ സീറോ എന്ന് പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ മൈനസ് വൺ ആയിരിക്കണം. ഇവിടെ എനിക്ക് എന്താ വേണ്ടേ? എക്സ് വണ്ണിനേക്കാൾ വലുതായിരിക്കണം, മൈനസ് ടുവിനേക്കാൾ ചെറുതും ആയിരിക്കണം. ഇതിന്റെ ഇടയിൽ വന്നിരിക്കുന്ന എന്താണ്? ഓർ അല്ല, ആൻഡ് ആണ് അല്ലെ. ഇത് രണ്ടും സംഭവിക്കണം. വണ്ണിനേക്കാൾ വലുതും മൈനസ് ടുവിനേക്കാൾ ചെറുതും. ഇത് രണ്ടും കൂടി ഒരേ സമയം ആവാൻ പറ്റുമോ? മൈനസ് ടുവിനേക്കാൾ വലുതല്ലേ വൺ, അപ്പൊ വണ്ണിനേക്കാൾ വലുതെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് മൈനസ് ടുവിനേക്കാളും വലുതായിരിക്കും. മൈനസ് ടുവിനേക്കാൾ ചെറുത് എന്നുള്ള കണ്ടീഷൻ ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ രണ്ട് കണ്ടീഷനും കൂടി ഒന്നിച്ച് സാറ്റിസ്ഫൈഡ് ആകില്ല എന്നുള്ളത് കൊണ്ട് ഈ കേസിൽ നിന്ന് നമുക്ക് അങ്ങനെയുള്ള എക്സുകൾ ഒന്നും കിട്ടില്ല. അപ്പൊ ആകെ ഏത് മാത്രമേ ഉള്ളൂ? എക്സ് ലെസ് ദാൻ വൺ ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ മൈനസ് ടു. അതിനെ എനിക്ക് എങ്ങനെ എഴുതാം? മൈനസ് ടു ലെസ് ദാൻ എക്സ് ലെസ് ദാൻ വൺ എന്ന് പറയാം. സോ സി ഇസ് ദ set of all x element of R such that minus 2 less than x less than 1. Okay. A greater than or equal to 0 യും B greater than or equal to 0 യും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ A less than B if and only if A square less than B square if and only if root A less than root B. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, A less than B ആണ് എന്ന് അസ്യൂം ചെയ്യാം. A യും B യും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ എന്നാണ് തന്നിരിക്കുന്നത്. ഇതിൽ എയോ ബിയോ ഏതെങ്കിലും ഒന്ന് ഈക്വൽ ടു സീറോ ആകുന്ന ഒരു കേസ് വരാം അല്ലെ. എയും ബിയും രണ്ടും കൂടി സീറോ ആയാൽ എന്ത് പറ്റും? എയും ബിയും രണ്ടും സീറോ ആണെങ്കിൽ എ ഈക്വൽ ടു ബി എന്നാവും. നമ്മുടെ അസംഷൻ എന്താണ്? എ ലെസ് ദാൻ ബി എന്നാണ്. അപ്പൊ അതുകൊണ്ട് എയും ബിയും രണ്ടും കൂടി ഒരിക്കലും സീറോ ആവില്ല. ഇനി ബി സീറോ ആവുമോ? ബി സീറോ ആയാൽ ഈ കണ്ടീഷനിൽ നിന്ന് എന്ത് വേണ്ടി വരും? എ ലെസ് ദാൻ സീറോ എന്നാവേണ്ടി വരും. പക്ഷേ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ബി ഒരിക്കലും സീറോ ആകില്ല. എ സീറോ ആണെങ്കിലും അല്ലെങ്കിലും ബി ഒരിക്കലും സീറോ ആവില്ല. എ ലെസ് ദാൻ ബി എന്നുള്ളതിൽ നിന്ന് നമുക്ക് ആ ഒരു ഇൻഫറൻസ് കിട്ടുന്നുണ്ട്. ഇനി എ ഈക്വൽ ടു സീറോ ആണെങ്കിലോ? എ ഈക്വൽ ടു സീറോ ആണ്, ബി ഗ്രേറ്റർ ദാൻ സീറോ ആണ്. അതാണ് നമ്മുടെ കണ്ടീഷൻ എങ്കിൽ ബി ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ ബി സ്ക്വയറും റൂട്ട് ബിയും എല്ലാം ഗ്രേറ്റർ ദാൻ സീറോ ആണെന്ന് നമുക്കറിയാം. എ ഈക്വൽ ടു സീറോ ആണെങ്കിൽ എ സ്ക്വയറും റൂട്ട് എയും എല്ലാം സീറോ ആണ്. അപ്പൊ എ ഈക്വൽ ടു സീറോ കേസ് ട്രിവിയലി ട്രൂ ആണ്. എ ഈക്വൽ ടു സീറോ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് സീറോ ലെസ് ദാൻ ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് സീറോ ലെസ് ദാൻ ബി സ്ക്വയർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് സീറോ ലെസ് ദാൻ റൂട്ട് ബി എന്നാണ്. അപ്പൊ അത് ട്രിവിയലി ട്രൂ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എ ഈക്വൽ ടു സീറോ എന്നുള്ള കേസ് ഒഴിവാക്കാം. എന്നിട്ട് എ ഗ്രേറ്റർ ദാൻ സീറോ എന്നുള്ളതിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം. ഓക്കെ, എ ഗ്രേറ്റർ ദാൻ സീറോ ആണ്. എ ലെസ് ദാൻ ബി എന്ന് പറയുമ്പോൾ ബി ഇസ് ഗ്രേറ്റർ ദാൻ എ ആൻഡ് എ ഇസ് ഗ്രേറ്റർ ദാൻ സീറോ. അപ്പൊ അതുകൊണ്ട് ബിയും നമുക്ക് ഗ്രേറ്റർ ദാൻ സീറോ ആണെന്ന് എടുക്കാം. അപ്പൊ നമ്മുടെ അസംഷൻ ബോത്ത് എ ആൻഡ് ബി ആർ ഗ്രേറ്റർ ദാൻ സീറോ എന്നാണ്. എയും ബിയും പോസിറ്റീവ് ആണെങ്കിൽ എ പ്ലസ് ബി പോസിറ്റീവ് ആയിരിക്കില്ലേ? ഓർഡർ പ്രോപ്പർട്ടിയിലെ ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണത് അല്ലെ. അപ്പൊ എ പ്ലസ് ബി ഗ്രേറ്റർ ദാൻ സീറോ ആണ്. ഓക്കെ, ഇനി എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ എന്നാണ്. അതായത് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ പോസിറ്റീവ് ആണ് എന്നാണ് എനിക്ക് കാണിക്കേണ്ടത്. അതിനുവേണ്ടി ഞാൻ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എടുക്കുന്നു. ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബൈ ഫോർമുല ഇറ്റ് ഇസ് ബി മൈനസ് എ ഇൻറ്റു ബി പ്ലസ് എ അല്ലെ. ഓൾജിബ്രൈക് ഇക്വേഷൻ നമുക്കറിയാം. ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഈക്വൽ ടു ബി മൈനസ് എ ഇൻറ്റു ബി പ്ലസ് എ.
So b square minus a square is positive if and only if either both these terms are positive or both these terms are negative. അതില് ബി പ്ലസ് എ എന്തായാലും പോസിറ്റീവ് ആണ്, കാരണം എ പ്ലസ് ബി ഗ്രേറ്റർ ദാൻ സീറോ, എ പ്ലസ് ബി തന്നെയാണ് ബി പ്ലസ് എ അല്ലേ. അപ്പൊ ഇത് എന്തായാലും പോസിറ്റീവ് ആണെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ദിസ് ഹാപ്പൻസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദിസ് ഇസ് പോസിറ്റീവ്. ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇസ് പോസിറ്റീവ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ബി മൈനസ് എ ഇസ് പോസിറ്റീവ്. അതായത് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ അതെ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ സീറോ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ബി മൈനസ് എ ഗ്രേറ്റർ ദാൻ സീറോ. ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറയുന്നതാണ് എന്ത്? എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ. ബി മൈനസ് എ ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറയുന്നതാണ് എന്ത്? എ ലെസ് ബി ഗ്രേറ്റർ ദാൻ എ അഥവാ എ ലെസ് ദാൻ ബി എന്ന് പറയുന്നത്. സോ എ ലെസ് ദാൻ ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ എന്നുള്ള റിസൾട്ട് ആണ് നമ്മളിപ്പോ പ്രൂവ് ചെയ്തത്. ഓക്കെ, ഇനി ഇതിന്റെ അടുത്ത പാർട്ട് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്കിപ്പോ ഓൾറെഡി ഏത് രണ്ട് റിയൽ നമ്പേഴ്സ് തന്നാലും എ ലെസ് ദാൻ ബി ആണെങ്കിൽ എ ലെസ് ദാൻ ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ എന്നറിയാം. ഇൻ പർട്ടിക്കുലർ എ ബി എന്നുള്ള റിയൽ നമ്പേഴ്സിന്റെ സ്ഥാനത്ത് ഞാൻ റൂട്ട് എ റൂട്ട് ബി എന്നുള്ള റിയൽ നമ്പേഴ്സ് എടുക്കുന്നു. അപ്പോഴും ഈ റിസൾട്ട് ട്രൂ ആയിരിക്കണ്ടേ? അപ്പൊ അതിൽ നിന്ന് എനിക്ക് എന്താ കിട്ടുക? റൂട്ട് എ ലെസ് ദാൻ റൂട്ട് ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് റൂട്ട് എ സ്ക്വയർ ഇസ് ലെസ് ദാൻ റൂട്ട് ബി സ്ക്വയർ. റൂട്ട് എ സ്ക്വയർ എന്ന് പറയുന്നതാണ് എ, റൂട്ട് ബി സ്ക്വയർ എന്ന് പറയുന്നതാണ് ബി. സോ വി ഗെറ്റ് റൂട്ട് എ ലെസ് ദാൻ റൂട്ട് ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ലെസ് ദാൻ ബി. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? റൂട്ട് എ ലെസ് ദാൻ റൂട്ട് ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ലെസ് ദാൻ ബി ആൻഡ് എ ലെസ് ദാൻ ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ. സോ ദീസ് ത്രീ സ്റ്റേറ്റ്മെന്റ്സ് ആർ ഈക്വലന്റ് എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇതിലെ ഈക്വാലിറ്റി വരുന്ന ഓക്കെ, ഈക്വാലിറ്റിയുടെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലെ, എ ഈക്വൽ ടു സീറോ വരുന്നത് നമ്മൾ പറഞ്ഞതാണ്. അടുത്തത് രണ്ട് നമ്പേഴ്സ് തന്നാൽ അവരുടെ അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനും, ഇത് രണ്ടും നിങ്ങൾ സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. എയുടെയും ബിയുടെയും അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് എ പ്ലസ് ബി ബൈ ടു. ഇതാണ് അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. എയുടെയും ബിയുടെയും ജോമെട്രിക് മീൻ ഇസ് ഡിഫൈൻഡ് ആസ് റൂട്ട് ഓഫ് എ ബി. ഓക്കെ, റൂട്ട് ഓഫ് എ ബി എന്നാണ് ജോമെട്രിക് മീൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അരിത്തമെറ്റിക് ജോമെട്രിക് മീൻ ഇനീക്വാലിറ്റി എന്നുള്ള പേരില് ജോമെട്രിക് മീൻ ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അരിത്തമെറ്റിക് മീൻ എന്ന് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഇതെങ്ങനെ? ഇത് നമുക്ക് ഈ ഇനീക്വാലിറ്റീസ് യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ചോദിക്കാവുന്നതാണ്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് അരിത്തമെറ്റിക് ജോമെട്രിക് മീൻ ഇനീക്വാലിറ്റി എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് റൂട്ട് എ ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ പ്ലസ് ബി ബൈ ടു എന്നാണ്. ഓക്കെ, വിത്ത് ഈക്വാലിറ്റി ഒക്കറിംഗ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈക്വൽ ടു ബി. ഓക്കെ, അതതിന്റെ ഒരു സെക്കൻഡ് പാർട്ട്. അത് നമുക്ക് ഇനീക്വാലിറ്റി പ്രൂവ് ചെയ്യാം. എയും ബിയും പോസിറ്റീവ് ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇഫ് എ ആൻഡ് ബി ആർ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഡെഫിനിഷൻ പ്രൊസീഡ് ചെയ്യുന്നത് തന്നെ. എയും ബിയും പോസിറ്റീവ് ആണ്, അതുകൊണ്ട് റൂട്ട് എയും റൂട്ട് ബിയും പോസിറ്റീവ് ആണ്. നമുക്ക് ആദ്യം എ നോട്ട് ഈക്വൽ ടു ബി ആയിട്ടുള്ള കേസ് എടുക്കാം. എ നോട്ട് ഈക്വൽ ടു ബി ആണെങ്കിൽ റൂട്ട് എയും നോട്ട് ഈക്വൽ ടു റൂട്ട് ബി ആണ്, കാരണം ഇത് രണ്ടും പോസിറ്റീവ് നമ്പേഴ്സ് എടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ റൂട്ട് എ റൂട്ട് ബി രണ്ടും പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ എയും ബിയും ഈക്വൽ അല്ലെങ്കിൽ റൂട്ട് എയും റൂട്ട് ബിയും നമുക്ക് ഈക്വൽ അല്ല. റൂട്ട് എയും റൂട്ട് ബിയും ഈക്വൽ അല്ല എന്ന് പറയുമ്പോൾ ഇവിടെ റൂട്ട് എ മൈനസ് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ റൂട്ട് എ ഗ്രേറ്റർ ദാൻ റൂട്ട് ബി ആണ് അല്ലെ. അപ്പൊ റൂട്ട് എ മൈനസ് റൂട്ട് ബി ഹോൾ സ്ക്വയർ വിൽ ബി ഗ്രേറ്റർ ദാൻ സീറോ. റൂട്ട് എ മൈനസ് റൂട്ട് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ വരിക? എ മൈനസ് ടു റൂട്ട് എ ബി പ്ലസ് ബി ഗ്രേറ്റർ ദാൻ സീറോ. എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഫോർമുല എക്കും ബിക്കും പകരം റൂട്ട് എയും റൂട്ട് ബിയും കൊടുത്തിരിക്കുന്നു. ഓക്കെ, ഇതിനെ ഒന്ന് റീറൈറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എ പ്ലസ് ബി ഗ്രേറ്റർ ദാൻ ടു റൂട്ട് എ ബി എന്ന് കിട്ടും. ആ ടൂവിനെ മറ്റേ സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ എ പ്ലസ് ബി ബൈ ടു ഗ്രേറ്റർ ദാൻ റൂട്ട് എ ബി എന്ന് കിട്ടും. അതായത് റൂട്ട് എ ബി ലെസ് ദാൻ എ പ്ലസ് ബി ബൈ ടു. ഓക്കെ, അപ്പൊ ഇവിടെ ഞാനൊരു കണ്ടീഷൻ പറഞ്ഞായിരുന്നു എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ. ഇനി എ ലെസ് ദാൻ ബി ആണെങ്കിലോ? എ ലെസ് ദാൻ ബി ആണെങ്കിൽ റൂട്ട് എ ലെസ് ദാൻ റൂട്ട് ബി ആണ്. പക്ഷെ ആ കേസിലും റൂട്ട് എ മൈനസ് റൂട്ട് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഏത് റിയൽ നമ്പർ തന്നാലും അതിന്റെ സ്ക്വയർ പോസിറ്റീവ് ആണ് എന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് റൂട്ട് എ മൈനസ് റൂട്ട് ബി ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ സീറോ എന്നുള്ളത് എപ്പോഴും ട്രൂ ആണ്. അത് സിംപ്ലിഫൈ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്?
root AB less than A plus B by 2 എന്ന് കിട്ടുന്നത്. Okay. So geometric mean is less than arithmetic mean if A not equal to B. ഇനി A equal to B ആണെങ്കിൽ എന്ത് സംഭവിക്കും? A equal to B ആണെങ്കിൽ ഇത് നമുക്ക് നേരിട്ട് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. A equal to B ആണെങ്കിൽ A plus B by 2 എന്ന് പറയുന്നത് എന്താവും? A plus A by 2 എന്നാവും, which is A. അല്ലെ? അതേപോലെ root AB എന്ന് പറയുന്നത് എന്താവും? root A into A, root A square, which is again A. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും രണ്ടും A തന്നെയാവും. സോ A equal to A എന്നുള്ളതിന് A equal to B ആണെങ്കിൽ root AB equal to A plus B by 2. That is geometric mean is equal to arithmetic mean എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഡീറ്റെയിൽഡ് എടുക്കണമെന്നില്ല. ഞാനിപ്പോ ഈ പറഞ്ഞ മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മതി. For any two A and B, geometric mean is less than or equal to arithmetic mean and equality holds if and only if A equal to B. A equal to B ആണെങ്കിൽ ഈക്വാലിറ്റി എന്നുള്ള പാർട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇനി തിരിച്ച് ഈക്വാലിറ്റി ഉണ്ടെങ്കിൽ A equal to B ആണ്, അതായത് ജോമെട്രിക് മീൻ ഈക്വൽ ടു അരിത്തമെറ്റിക് മീൻ ആണെങ്കിൽ A equal to B ആണ് എന്നുകൂടി നമുക്ക് പ്രൂവ് ചെയ്യണം അല്ലെ, എന്നാലേ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആവുള്ളൂ. റൂട്ട് എ ബി ഈക്വൽ ടു A plus B by 2 എന്ന് പറഞ്ഞാൽ 2വിനെ ഈ സൈഡിലേക്ക് എടുത്താൽ 2 root AB equal to A plus B എന്ന് വരും. രണ്ട് സൈഡും സ്ക്വയർ ചെയ്താൽ 4AB equal to A plus B whole square എന്ന് വരും. A plus B whole square expand ചെയ്താൽ A square plus 2AB plus B square. ഈ 4AB കൂടി ഞാൻ ഈ സൈഡിലേക്ക് എടുത്താൽ A square plus 2AB plus B square minus 4AB എന്ന് വരും, which is A square minus 2AB plus B square and it is equal to 0 എന്ന് വരും. ഈ 4AB അപ്പുറത്തേക്ക് പോയി, അപ്പൊ ഇവിടെ 0 ആണ് ബാക്കി വരിക അല്ലെ. So A minus B whole square equal to 0, which means A equal to B. Okay. അപ്പൊ root AB equal to A plus B by 2 ആണെങ്കിൽ A equal to B എന്ന് കിട്ടി. A equal to B ആണെങ്കിൽ by substitution root AB equal to A plus B by 2 എന്ന് നമുക്ക് കിട്ടി. So equality holds if and only if A equal to B. ഇതിപ്പോ നമ്മൾ രണ്ട് ടേംസിന്റെ അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനുമാണ് പറഞ്ഞത്. രണ്ട് ടേംസിന്റെ അല്ല, n ടേംസിന്റെ ഇൻ ജനറൽ എടുത്തു കഴിഞ്ഞാൽ arithmetic geometric mean inequality states that the geometric mean of n numbers a1 a2 etc an is less than or equal to the arithmetic mean of n numbers, that is a1 a2 etc an whole raised to 1 by n less than or equal to a1 plus a2 plus etc an by n, with equality holds if and only if all ai's are equal. Okay. ഇതുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു.